എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായി തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല നാരങ്ങ സ്ക്വാഷാണ്. ഈ സ്ക്വാഷിൻ്റെ പ്രത്യേകത മാസങ്ങളോളം കേടാകാതിരിക്കും. ഇതുപോലെ തയ്യാറാക്കിയാൽ മായം ചേർക്കാത്ത കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല രുചിയുള്ള സ്ക്വാഷ് നമുക്ക് കുടിക്കാൻ പറ്റും. വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള സ്ക്വാഷ് കൊടുക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി 10 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നാരങ്ങ കഷ്ണങ്ങളാക്കി പിഴിഞ്ഞ് നാരങ്ങ നീരെടുക്കാം. ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ മുഴുവൻ നീരും കിട്ടും. നല്ല പോലെ പഴുത്ത ചെറുനാരങ്ങ തന്നെ എടുക്കണം. ഇത് നല്ല പോലെ പഴുത്ത കുറച്ച് വലിയ ചെറുനാരങ്ങയാണ് 10 എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നീര് കിട്ടും. നാരങ്ങ മുഴുവൻ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് നാരങ്ങ നീര് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ ഇതിൽ വെച്ച് ഒന്ന് അമർത്ത് കൊടുത്താൽ നീര് മുഴുവനായി കിട്ടും. ഇഞ്ചി കുറച്ച് ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ കപ്പിൽ തന്നെ 3 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് പഞ്ചസാര 3 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് പാനിയാക്കി എടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ കേടാവുമൊന്നുമില്ല. നല്ല രുചിയുള്ള സ്ക്വാഷ് കിട്ടും. ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പിഴിഞ്ഞ് വെച്ച നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്കിത് ഭരണിയിലേക്ക് ആക്കി വെക്കാം. ഭരണിയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. കഴുകി ഉണക്കിയ ഭരണിയായിരിക്കണം. കഴുകി ഉണക്കിയ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കടയിൽ നിന്ന് നമ്മൾ സ്ക്വാഷെല്ലാം വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നമ്മൾ മായം ചേർത്ത സ്ക്വാഷ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഇതുപോലെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.